അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു എഗ് ബിരിയാണിയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ട ചേരുവകളെല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സവാള, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളിയും, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, പിന്നെ ഒരു മാഗി ക്യൂബ്. പിന്നെ ബിരിയാണിയുടെ മണം കൂട്ടാൻ ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട. മസാലകളായി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല. കാണുമ്പോൾ ഒരുപാട് സാധനങ്ങളാണെന്ന് തോന്നും, പക്ഷേ ഇതൊക്കെ മിക്ക വീടുകളിലും എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ സവാളയും പച്ചമുളകും തക്കാളിയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഈ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ ഈ പറയുന്ന തക്കാളിയും സവാളയും എല്ലാം വേഗം വഴന്ന് കിട്ടും. അടുത്തതായിട്ടാണ് മസാലകളുടെ സമയം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും, ജീരകപ്പൊടിയും, ഗരം മസാലയും, ബിരിയാണി മസാലയും എല്ലാം കൂടെ ചേർത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാഗി ക്യൂബും അതിനോടൊപ്പം തന്നെ ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 1 കപ്പ് ജീരകശാല അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആ ഒരളവിലെടുക്കാം. എന്നിട്ട് അരി അതിലേക്ക് ഇടാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ജസ്റ്റ് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബിരിയാണി അവിടെ ഇരുന്ന് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് മുളക് പൊടിയിട്ട് മുട്ട അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വീട്ടിലെ എല്ലാവരും ഓടി വരും. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ.